Okay guys, welcome back to my another vlog. Today we are discussing about the play of dominoes. അപ്പോൾ നമ്മൾ ഡൊമിനോസിൻ്റെ ഒരു കളിയാണ് പറയുന്നത്. ഇതിലിങ്ങനെ 28 ബ്രിക്സ് ഉണ്ടാവും. ബ്രിക്സ് കളിക്കില്ല, ഒരു ബ്ലോക്കുകൾ. അപ്പോൾ ഇത് കളിക്കാൻ അറിയുന്നവർ ലൈക്ക് ചെയ്യുക. ഇതിൽ പ്രോ ആയ ഇതിപ്പോൾ കാണുകയാണെന്നുള്ളവർ സബ്സ്ക്രൈബും ചെയ്യുക. ഇത് കളിക്കാൻ അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഡൊമിനോ അങ്ങനെ ഇൻഡോർ ഗെയിംസിൻ്റെ കുറച്ച് പേരുകൾ ടൈപ്പ് ചെയ്ത് വിടാം. അപ്പോൾ ഇങ്ങനെ കളിക്കാനായിരിക്കും അറിയാത്ത ആളുകളുടെ മൈൻഡിൽ. അപ്പോൾ ഞാൻ കളിച്ച് കാണിച്ചതാണ്. അപ്പോൾ ആദ്യം നമുക്കിതിങ്ങനെ സ്വൈപ്പ് ചെയ്യണം. പലർക്കും ഇത് അറിയില്ല, ഇത്ര ഫേമസ് ഒന്നുമല്ല. ഇത് ലക്കിന് മാത്രം കളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ ബുദ്ധി ഇല്ലാത്തവർക്ക് പറഞ്ഞ സംഭവമല്ല. ഓക്കെ ഗേൾസ്, ആ കൊതുകര ഡോർ അടിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ ബടാ ബടാ നമ്മൾ മറ്റേ കൊമ്പെല്ലാം വയനാടൻ ബസ്സിൻ്റെ സ്റ്റാറിങ് ഇങ്ങനെ തിരിക്കണം. ഇങ്ങനെ ഷഫിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിക്കണം എന്നാ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് മൂപ്പർക്ക് മുഖം കാണിക്കാൻ ഭയങ്കര നാളാണ്, ഫ്രണ്ട്സ് കാണാൻ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓരോന്നും 7 ബ്രിക്സ് വെച്ചിട്ടെടുക്കാം. രസമാണ് പക്ഷെ ചടപ്പും കൂടി ഒന്നും സാധനമില്ല. ബാക്കി കളിച്ച് നമ്മളിങ്ങനെ അഷ്ടകം പോലെ ഇങ്ങനെ വെക്കാം. നല്ല രസമാണ്. ഇത് വേണ്ടവർ ഇന്നെ വിളിച്ചാൽ മതി. ഞാൻ എവിടുന്ന് മേടിച്ചത് എന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂൾ തുറന്നാൽ നമ്മളെ ഈ വീഡിയോ ഇതൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടാവും ഗൈസ്, നമ്മൾ സ്കൂൾക്ക് ഗെറ്റ് ടുഗദർ, ബാക്ക് ടു ഷോപ്പിംഗ്, അങ്ങനെ കുറച്ച് പരിപാടികളും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മൈനസ് ഉണ്ടോ? അതിനടുത്ത് മൈനസ് ഉണ്ടോ? മൈനസ് ഇല്ല. അതായത് മൈനസ് ഇതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 1, ഇതില്ലെങ്കിൽ 2, ഇതൊരു 66 വരെ, ഇല്ലെങ്കിൽ പിന്നെ കളി കാണില്ല. ഓക്കെ, കളി. ഓക്കെ, ഓക്കെ. അപ്പോൾ 11 ഇങ്ങനെ വെച്ചു. നമ്മൾ ഈ അവസാനമുള്ള നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും നോക്കുക. അപ്പോൾ ഇവിടെ 6 ആണ്, ഇവിടെ 1 ആണ്. സോ നമ്മൾ പവറുള്ള കാർഡ് വെച്ച് എപ്പോഴും കളിച്ചാൽ നമുക്ക് ജയിക്കാം. ലവൻക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്. 11 അതാണ് വെച്ചത്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ അപ്പൊ ഗൈസ്, ഇന്ന് തോൽവിയും ചെയ്ത് തോറ്റോല് പോയി കാര്യം ജയിച്ചോലും ആഘോഷിക്കാൻ പറ്റുള്ളൂ. നമുക്കില്ല ഗൈസ്. ഓക്കെ, 11 അത് വെച്ചാൽ പിന്നെ നമുക്കൊരു പേടിയില്ല. നമ്മൾ പിന്നെ വെക്കണം. അപ്പോൾ കാര്യവും അപ്പോൾ എന്ത് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് നമുക്ക് പണിയെടുക്കണം. മനസ്സിലാവുന്നുണ്ട് ഗൈസ്? ഓക്കെ, 11 ബുദ്ധിയുണ്ട്. 11 4 വെച്ച്, ബട്ട് അത് ഞാൻ അവന് കുട്ടി കുടിക്കിയതാണ് ഗൈസ്. കണ്ടാ, ഡബിൾ പോയി, 8 പോയി. നീ എന്ത് ചെയ്യാം? അപ്പോൾ വലിക്കും. വലിച്ച് നമുക്ക് കിട്ടി. ഈ നമ്മുടെ കളിയാണ്. നമ്മൾ കളിക്കുമ്പോൾ 11 അല്ല കേസ്. ഇതിൽ പിന്നെ ഊണോ കോണോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു സിംഗിളാണ്. തവണ ഇത് മാത്രമാണ്. ഇത് കിട്ടുകയാണ് നമുക്ക് നോക്കാം. ഇത് കിട്ടുകയാണ് നിങ്ങൾ ലൈക്ക് അടിച്ചാണ്. ഞാനാ നിങ്ങൾ ലൈക്ക് അടിക്കാൻ പാടില്ല. ഇതാണെങ്കിൽ 1 മൂഞ്ചലായി ഗൈസ് ആവും. 11 നമ്മുടെ മുത്താണ്. 11 ഇങ്ങനെ വെക്കാം. കളി മച്ചാനുമില്ലേ? മച്ചാനെ വലിച്ചോ? കളി എടുത്തില്ല, വലിച്ചോ? ഇത് മറ്റേ കളി കഴിയൂല. വലിച്ചില്ലേ? വലിച്ചാ കാര്യം. ഇവനൊക്കെ ചങ്ങായി നല്ല പോലെ കളിക്കും. നമ്മൾ ഡബിൾ 2 എടുത്ത് വെക്കുന്നു. അപ്പോൾ നമുക്ക് ലാഭമായി.
എൻ്റെ കഥക്ക് ഓക്കെ എല്ലാവരും ബുദ്ധി കളിച്ചു ഗൈസ്. ഇനി ഞാനാണ് എൻ്റെ കാര്യത്തിൽ മിക്കവാറും തീരുമാനമാകും. ഇല്ലേ അങ്ങനെ തീരുമാനമില്ല. ബട്ട് ഇങ്ങനെ എടുക്കണോ വലിക്കണം. നമ്മൾ മുമ്പത്തെ കളിയിൽ അങ്ങനെയല്ല. ശരി തെറ്റായിരുന്നു. ഇങ്ങനെ വലിക്കണം കളി. പിന്നെ ഗൈസ് ഇല്ലല്ലോ ഇന്ന് എടുക്കോളം കളിക്കണ്ടേ? സോറി ഓക്കെ. സോ ഇനി നമ്മൾ കളിയാവും. ഇത് ഇങ്ങനെ കളിക്കുക കാര്യം ഉണ്ടോ? ഇനി വലിക്കാനില്ല. പിന്നെ കുറച്ച് കളി സീരിയസ് ആവും. നമുക്ക് ഈ കുട്ടി കളിക്കാം. ഒന്നും മൂന്നും അല്ലേ? അപ്പോൾ നമ്മൾ 11 വെക്കാൻ പോകും. 11 ആക്കാം. 11 ആക്കാം. 3ഉം 4ഉം. സോ ഗൈസ് ഇവിടെ 3ആണേ. നമ്മൾ 11 അവിടെ കൊണ്ടുപോയിട്ട് ഇത് എങ്ങനെയാണ് വെക്കുക. അപ്പോൾ ഇത്ര 5, 4. അപ്പോൾ ഞാനാണ് 5, 4 എന്ന് പറയുമ്പോൾ ഗൈസ് നമ്മൾ പവറാണ് പോയി 10 പോയി. ഇനിയും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കാര്യം അപ്പോൾ ഓക്കെ അങ്ങനെ ഓക്കെ അങ്ങനെ കളി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിയും കുറച്ച് ലക്കൊക്കെ പ്രയോഗിച്ചാൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഗെയിമിൽ ജയിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ കളിച്ച് വേറെ ആരുമല്ല, നമ്മളെ കസിന് നഹാനാണ്. അപ്പോൾ അവൻ്റെ കളി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവൻ്റെ കളി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുള്ള ഫ്രണ്ട്സിനോടൊപ്പം നിങ്ങൾ അറിയാത്ത കൂട്ടുകാർ കളിച്ച് ജയിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോക്ക് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, ഞാനത് നോക്കുന്നുണ്ട്. നിങ്ങൾ നല്ലോണം ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയാൽ നമ്മൾ എന്താണ് സാധനം പറയുന്നത്, ഗിവ് അവേ തരും. ഗിവ് അവേ പറഞ്ഞ പോലെ ഫോർച്യൂണറും ഇറ്റോസും അല്ലെങ്കിൽ എന്താണ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു 150 ഡയറി മിൽക്ക് അല്ലെങ്കിൽ ഇത് അങ്ങനെ പല സാധനങ്ങളും. അപ്പോൾ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ലൈക്ക് ചെയ്യണം.